ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ തിരുവചനം നമുക്ക് ബലം പകരുന്നതും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെ കരുത്തോടെ മുന്നേറുവാൻ തക്കവണ്ണം ഉതകുന്നത് കൊണ്ട് നമുക്ക് ദൈവ തിരുമുഖത്തേക്ക് നോക്കി ദൈവവചനത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരായിത്തീരാം. ഇന്നത്തെ തിരുവചനം നമ്മോട് ഇടപെടുന്നത്, കുഞ്ഞേ, നിങ്ങളെനിക്ക് പ്രിയപ്പെട്ടവരാ നമ്മെ ഓർപ്പിക്കുകയാണ് കർത്താവ്. വിശുദ്ധ ലൂക്കോസിന് സുവിശേഷം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളുടെ തലയിലെ മുടി പോലും എണ്ണിയിരിക്കുന്നു, ആകയാൽ ഭയപ്പെടണം, നിങ്ങൾ ഏറിയ കുരികലിനേക്കാൾ വിശേഷതയുള്ളവർ. കർത്താവ് തൻ്റെ അടുക്കൽ വന്ന പുരുഷാരത്തോടും തൻ്റെ അടുക്കലുള്ള ശിഷ്യന്മാരോടും ഓർപ്പിക്കുന്ന കാര്യമാണ്, നിങ്ങളെക്കുറിച്ച് കരുതലുള്ള, നിങ്ങളെക്കുറിച്ച് പദ്ധതിയുള്ള, നിങ്ങളുടെ ജീവിതത്തിൽ എന്തു സംഭവിച്ചാലും ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് എന്ന് നമ്മെ ഉറപ്പിക്കുക. കർത്താവിൻ്റെ ഉപമ പറയുക, 2 കാശിന് 5 കുരുകലിനെ വിൽക്കുന്ന കാര്യം. വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 1 കാശിന് 2 കുരുകലിനെ വിൽക്കുന്നുവെങ്കിൽ ആ വിൽക്കുന്ന മനുഷ്യൻ 2 കാശിന് 4 എണ്ണമാണ് കൊടുക്കേണ്ടതെങ്കിൽ ഒരെണ്ണത്തെ ഔദാര്യമായി നൽകുന്നത് പോലെ, ആ നൽകുന്ന ഔദാര്യമായി നൽകുന്നതിനെ പോലും കർത്താവ് അതിനെ അറിയുന്നെങ്കിൽ, അതറിയാതെ ഒരെണ്ണം നിഴത്ത് വീഴുകയില്ല എന്ന് ഉറപ്പ് വരുമ്പോൾ, കർത്താവ് ഇന്ന് എന്നോട് നിങ്ങളോടും ഓർപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം, നിങ്ങൾ ഭയപ്പെടാതിരിക്കുക. ഇപ്പോഴത്തെ ചുറ്റുപാടുകൾക്കകത്ത് പലരുടെയും ഉപജീവന മാർഗങ്ങൾ നഷ്ടപ്പെടുന്നു, ഉപജീവന മാർഗങ്ങൾ പ്രതിസന്ധിയാകുന്നു, ബിസിനസ്സുകൾ തകരുന്നു, ബിസിനസ്സുകൾക്കകത്ത് ആഗ്രഹിച്ചതുപോലെ മുന്നേറാൻ കഴിയാതെ പ്രതികൂലാവസ്ഥകൾ നേരിടുന്നു. സാധന സാമഗ്രികൾക്ക് വലിയ നിലവാരത്തിൽ വില വർദ്ധിക്കുന്നു. എന്തിനേറെ പറയുന്നു, എല്ലാ നിലവാരത്തിലും മനുഷ്യൻ ആശങ്ക പരത്തുന്ന ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഏറിയ പങ്കാളികളും ഒരു ഭയത്തിൻ്റെ അനുഭവത്തിലൂടെ അവർ നേരിടുന്ന അവസ്ഥകളെ ഓർത്ത് ആകുലപ്പെടുമ്പോൾ, കർത്താവ് ഇന്ന് എന്നോട് നിങ്ങളോട് ഓർപ്പിക്കുക, പ്രിയ ദൈവ പൈതലേ, നീ ഭയപ്പെടണ്ട. നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ ഹിതപ്രകാരമാണ് തിരിച്ചറിയുക. ഞാൻ അറിയാതെ നിന്റെ തലയിലെ ഒരു മുടി പോലും നിലത്ത് വീഴുകയില്ലെന്ന് ഉറപ്പു തരികയാണെങ്കിൽ, പ്രിയപ്പെട്ട ദൈവ പൈതലേ, ആകുലചിത്തനാകേണ്ട, ആശങ്കപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക, അവൻ നമ്മെ പുലർത്തുമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുമ്പോൾ, പ്രതികൂല കാറ്റുകൾ അടിച്ചുയരുന്നത് കണ്ട് ആശങ്കപ്പെട്ട് നിന്റെ വിശ്വാസത്തിന് കോട്ടം വരാതെ, ഏത് പ്രതിസന്ധിയുടെ നടുവിലും എന്നെ സൂക്ഷിക്കുന്ന, എൻ്റെ അവസ്ഥകളെല്ലാം അറിയുന്ന, എന്നെ അനാഥനായി വിടാത്ത ഒരു കർത്താവ് എനിക്കുണ്ടെന്ന് ഹൃദയത്തിനകത്ത് ഉറപ്പ് പ്രാപിച്ച് മറ്റുള്ളവരെ ഉറപ്പിക്കുന്നവരും ധൈര്യപ്പെടുന്നവരുമായി മാറാൻ കർത്താവ് ഓർപ്പിക്കുമ്പോൾ, അവൻ്റെ ഹിതമല്ലാതെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് ഭയപ്പെടേണ്ട, വിശ്വാസത്തോട് ചുവടുകൾ വയ്ക്കുക. എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ള കരുതലുകൾ കർത്താവിൻ്റെ പക്കലുണ്ട്. തക്ക സമയത്ത് നമുക്ക് വേണ്ടി തുറന്നു നമ്മെ മാനിക്കും. അതുകൊണ്ട് വിശ്വാസത്തോടെ ചുവടുകൾ വയ്ക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.